അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതപ്പൊടി കൊണ്ടിട്ട് ഒരുപാട് റെസിപ്പി ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇതുപോലെ ആക്കി വേണ്ടിയിട്ട് കുട്ടിയൊക്കെ ഉണ്ടാക്കി വേണ്ടിയിട്ട് കൊടുത്ത് നോക്കി. അവർക്കും വെറൈറ്റി ആകുമ്പോൾ എല്ലാവർക്കും വെറൈറ്റികളല്ലേ ഇഷ്ടവും. അപ്പോൾ വെറൈറ്റി തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ലേശം നെയ്യ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കാട്ടോ. ലേശം നട്ട്സ് എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പും പിന്നെ ബാദും, പിന്നെ ലേശം മറ്റേ വത്തക്കൻ്റെ കുരുവില്ലേ അതുകൊണ്ട് എടുത്തിട്ടുള്ളത്, പിന്നെ പൊട്ടുകടല. അതൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. നട്ട്സുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അത് നല്ല മുരിച്ചതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അമൃതപ്പൊടി എണ്ണ എടുത്തിട്ടുള്ളത് അതൊരു കപ്പ് എടുത്ത് എടുക്കാം. 1/4 കപ്പാണ്. ഞാനിത് 1/4 കപ്പിനനുസരിച്ചാണ് എടുക്കുന്നത്. എല്ലാം 1/4 കപ്പിനനുസരിച്ചാണ് എടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് നല്ലൊന്ന് മുരിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. 1/4 കപ്പ് റവ എടുത്ത് കൊടുക്കുക. അത് ഓട്സിൻ്റെ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് റവ വേണമെങ്കിലും എടുക്കുക. ഇഷ്ടമുള്ള റവ എടുത്തുകൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ലേശം നെയ്യ് വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ച നട്ട്സുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊണ്ടുവരാം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ. അപ്പോൾ ചെറിയ മക്കൾക്ക് വേണ്ടി കടിക്കാനൊക്കെ ഒരു ഇതിലൊക്കെ ആക്കിയാണ്ടിട്ട് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നട്ട്സ് പൊടിക്കണമെന്നൊന്നുമില്ല. കടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. ലേശം നെയ്യൊക്കെ നന്നായിട്ട് റോസ്റ്റ് എടുത്ത് കണ്ടിട്ട് ചെയ്താൽ. ഇത് നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ച് ഇതുണ്ടല്ലോ ഇത് അമൃതപ്പൊടി, അതും അതിലേക്ക് ഇട്ട് കാണാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കണ്ടെടുക്കുക. ഇനി നടുവിലൊരു കുഴിയാക്കി കൊടുത്തിട്ട് ഇത് മറ്റേ കുങ്കുമപ്പൂവിൻ്റെ സിറപ്പാണ് കേട്ടോ. അപ്പോൾ കുങ്കുമപ്പൂ എടുത്ത് കണ്ടിട്ട് അതിൻ്റെ സിറപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതില്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്തെടുത്താൽ മതി. ഇനി ലേശം ഉപ്പും പിന്നെ ഏലക്കായ് പഞ്ചസാരയിലിട്ടാണ് പൊടിച്ചതും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്ത് കണ്ട് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. കോരി തിന്നാണ് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ലാസ്റ്റ് ഭാഗമായിട്ട് ലാസ്റ്റ് നേരത്തെ ഒന്ന് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാറാനായിട്ട് ഒന്ന് വെക്കുക. നന്നായിട്ട് ഫുള്ളായിട്ട് ചൂടാറാനായിട്ട് വെക്കണ്ട, എന്നാലും കുറച്ച് നമുക്ക് കൈമ പിടിക്കാൻ പറ്റിയ രീതിക്ക് ആക്കിയിട്ട് വെക്കുക. എന്നിട്ടിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ എടുത്ത് കണ്ടിട്ട് ഉരുളാക്കിയാണ്ടിട്ട് അങ്ങനെ വെക്കുകയാണ്. അങ്ങനെ കഴിക്കുക. ഒന്നുകൂടി നല്ലത് ഇങ്ങനെ പിടിയാക്കിയാനായിട്ട് വെക്കുന്നത് തന്നെയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയാണ്ടിട്ട് ഉണ്ടാക്കി കൊടുത്തേക്കും മക്കൾക്ക്. അമൃതപ്പൊടി വെച്ച് കണ്ടിട്ട് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഒന്നുകിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ശർക്കര പൊടി ജസ്റ്റ് ഒന്ന് കുത്തിക്കാണ്ട് ഇട്ട് കൊടുക്കൂലേ, അതുപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിങ്ങനെ ജസ്റ്റ് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആക്കിയിട്ട് ശേഷം ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് പിടിയാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാത്രത്തിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് കണ്ടിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ആക്കിയിട്ട് എടുക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊക്കെ വീഡിയോസ് എഡിറ്റ് ചെയ്യാം. പോവാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പി